ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ ബിരിയാണി. 2 സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം സവാള വഴറ്റിയെടുക്കുന്നത്. ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാളയാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നത്. സവാള നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും നമുക്ക് വറുത്ത് കോരണം. അതിനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതിലിടാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള വഴറ്റിയെടുക്കാം. സവാള ഒരു അര വേവാകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൽ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത പേസ്റ്റ് അങ്ങ് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യുക. ഒരു പകുതി നാരങ്ങ നീര്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ്. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേവാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് വയ്ക്കാം. 2 ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ചേർക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ്. ഇതിലേക്ക് പകുതി നാരങ്ങ നീരൂടെ ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ അല്പം പുതിനയിലയും മല്ലിയിലയും ഇട്ട് നമുക്ക് നമുക്കിവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാനായിട്ട് ഇത് മാറ്റാം. കുറച്ച് ഗരം മസാല ഇതിൽ കൂടെ ആഡ് ചെയ്യാം. നേരത്തെ വഴറ്റി വെച്ച സവാളയും പിന്നെ പുതിനയിലയും മല്ലിയിലയും ഇട്ടിട്ട് ചേർക്കും.
അവസാനം നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് ദം വയ്ക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.